സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ജോലി മേഖലയിൽ തടസ്സം, വിസ തടസ്സം നേരിടുന്നവര്, PR-മായി ബന്ധപ്പെട്ട് തടസ്സമുള്ളവര്, വിദേശ യാത്രകൾക്ക് തടസ്സമുള്ളവര്, വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരീക്ഷകളിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, അതും അനുബന്ധമായ ഏതെങ്കിലും വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹവും വിടുതലും പ്രാപിക്കാനുള്ള 5 വചനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റനേകം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാവുന്ന വചനങ്ങൾ തരുന്നതാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ ബൈഹാർട്ട് ചെയ്യുകയും അത് പഠിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇത് ഏറ്റുപറഞ്ഞ് ഈ വചനത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്തുതിയായിരിക്കട്ടെ. 1 കൊരിന്തോസ് 15:57. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. സുഭാഷിതങ്ങൾ 3:5-6 വരെ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഏശയ്യ 45:2. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഏശയ്യ 43:18-19 വരെ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തേക്ക് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും.